എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ 5th സെമസ്റ്റർ BSc നഴ്സിംഗ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ക്ലാസ് ആണ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ 5th സെമസ്റ്റർ എക്സാം നടക്കാൻ വളരെ കുറച്ച് ദിവസമാണുള്ളത്. ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ KUHS കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിലാണ് 5th സെമസ്റ്ററിന്റെ എക്സാം ആദ്യം നടക്കാൻ പോകുന്നത്. അത് ഏകദേശം മെയ് ഫസ്റ്റ് വീക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് അറിവ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാസം അല്ലെങ്കിൽ മാക്സിമം 2.5 മാസമാണ് നിങ്ങൾക്ക് അവിടെ സമയം കിട്ടുക പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് 5th സെമസ്റ്ററിൽ 2 വലിയ സബ്ജക്ട്സ്, ഒന്ന് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 എന്നും രണ്ടാമത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ള മറ്റൊരു സബ്ജക്റ്റുമാണ് എക്സാമിനുള്ളത്. 2 പേപ്പറും സിംഗിൾ സബ്ജക്ട്സ് വെച്ചിട്ടാണ് നമ്മുടെ കഴിഞ്ഞ സെമസ്റ്ററുകളിൽ നടന്നതുപോലെ. എക്സാമ്പിൾ പറഞ്ഞാൽ ബയോ കെമിസ്ട്രി ന്യൂട്രീഷനും കമ്പൈൻഡ് ആയിട്ടോ അല്ലെങ്കിൽ മൈക്രോബയോളജി ഇൻഫെക്ഷൻ കൺട്രോൾ കമ്പൈൻഡ് ആയിട്ട് വന്നതുപോലെ അല്ല ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 എന്ന് പറയുന്ന ഒരു വലിയൊരു സിലബസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പേപ്പറിന് 75 മാർക്കും ടോട്ടലി ഈ ഒരു സബ്ജക്ട്സ് നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത 2ാമത്തെ ദിവസം നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്നുള്ള സബ്ജക്റ്റിൽ നിന്നും 75 മാർക്കിന് തന്നെ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസിന് അതിനകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ മറ്റു സെമസ്റ്ററുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 5th സെമസ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പഠിക്കാൻ ഒട്ടനവധി ടോപ്പിക്കുകൾ നമുക്ക് ഈ 2 സബ്ജക്ട്സിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, ഡയറക്ട്ലി സിംഗിൾ സബ്ജക്ട്സ് എന്നുള്ള MCQ ആണ് ഇതിനകത്ത് വരുന്നത്. 12 MCQs ഇതിനകത്തുണ്ട്. ഈ 12 MCQs നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് അവിടെ ടോട്ടൽ മാർക്സിന്റെ ഒരു 12 മാർക്ക് അവിടെ നിങ്ങൾക്ക് കിട്ടുകയാണ്. അതായത് നിങ്ങൾക്ക് പാസ്സാകാൻ വേണ്ടത് 38 മാർക്കാണെങ്കിൽ അതിൽ 12 മാർക്കും ഈ MCQ തന്നെ നിങ്ങൾക്ക് നേടാൻ പറ്റും ഓരോ സബ്ജക്റ്റിനും. നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആയാലും ഇതേ ഒരു സ്ട്രാറ്റജി തന്നെയാണ് അവിടെ വരുന്നത്. അപ്പോൾ എങ്ങനെ ഈ ഒരു സബ്ജക്ട്സ് അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന 5th സെമസ്റ്റർ എക്സാം എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള കുട്ടികളുടെ സംശയത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അതായത് നിങ്ങൾ സിലബസ് അനുസരിച്ച് ടോപ്പിക്സുകൾ പഠിക്കുന്നു. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1 ആയാലും നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആയാലും സിലബസ് അനുസരിച്ച് ഓരോ ടോപ്പിക്സും മനസ്സിലാക്കി പഠിക്കുക. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി ആ ഒരു തിയറി ടോപ്പിക്സ് കറക്റ്റായിട്ട് സിലബസ് ബേസ്ഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാമിനുള്ള കോൺഫിഡൻസ് വരണം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാംസ് നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി നിങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് എക്സാമാണോ എഴുതാൻ പോകുന്ന അതേ പാറ്റേണിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനാലിസിസ് നടത്തുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എക്സാം എങ്ങനെയാണ് വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ തന്നെ നടന്ന റീസെൻ്റ് ആയിട്ട് നടന്ന 2025 മെയ്യിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമ്മളത് കംപ്ലീറ്റ്ലി ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെ സെഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സെഷൻ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാനുള്ളത്, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു MCQ ആണ് ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പഠിക്കേണ്ടത് ആ ടോപ്പിക്ക് കംപ്ലീറ്റ്ലി എന്തൊക്കെ പഠിക്കാനുണ്ടോ അതൊക്കെ പഠിക്കുക. കാരണം ഇവിടെ MCQന് ഇപ്രാവശ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചതെങ്കിലും ആ ടോപ്പിക്ക് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അവിടെ ചോദിച്ചത്. അത് നെക്സ്റ്റ് ടൈം 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെയുള്ള ടോപ്പിക് ബേസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ നമ്മുടെ 75 മാർക്സിന്റെ 3 അവേഴ്സിന്റെ എക്സാമിന്റെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് MCQ ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾക്ക് 12 MCQ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും ഓരോരോ മാർക്ക് നിങ്ങൾക്ക് നേടിത്തരും. അപ്പോൾ ആൻസറൊക്കെ എഴുതുന്നതിനെ കുറിച്ചുള്ള ടിപ്സും എങ്ങനെയൊക്കെയാണ് എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് എക്സാമിന് മുന്നേ ഉള്ള ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് ടോപ്പിക്സിലോട്ട് പോകാം. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേഷൻ ഓഫ് എ കാഡർ ഓഫ് അക്രഡിറ്റഡ് ഹെൽത്ത് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് വാസ് അണ്ടർ ഡാഷ്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ടേമാണ് ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് കേരളത്തിലൊരു വലിയൊരു പ്രശ്നമാണ് ഈ ഒരു ആശാ വർക്കേഴ്സിൻ്റെ സാലറിയും അല്ലെങ്കിൽ അവരുടെ അലവൻസുകളൊക്കെ കൂട്ടുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിങ്ങിനും ഈ ഒരു ആശ എന്നുള്ള ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആശ അവരുടെ ഫോർമേഷൻ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ എക്സാമിന് 5 മാർക്കിന് 2 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടും ഉണ്ട്. സോ ഇവിടെ നോക്കൂ, ഇവിടെ വേറൊന്നും അല്ല ചോദിച്ചത്, ഈ ആശാ വർക്കേഴ്സ് അല്ലെങ്കിൽ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പദവി ആരാണ് ക്രിയേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏത് സ്കീമിൻ്റെ കീഴിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് NACO, ഓപ്ഷൻ ഏതൊക്കെയാണ്? ICDS,
NRHM, RNTCP. അപ്പോൾ ഈ ഓരോ ടേമും നിങ്ങൾ അവിടെ കേട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോകാം. ഇവിടെ നോക്കൂ, എന്താണ് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്ന് പറയുന്നത്? ദ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വാസ് ലോഞ്ച്ഡ് ഓൺ 5th April 2005 ഫോർ ദ പീരീഡ് ഓഫ് 7 years. അവിടെ തന്നെ അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ഇറ്റ് ഡൗൺ. ഇതാണ് ഞാൻ പറയുന്നത്, ഈ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത് ആശാ വർക്കേഴ്സ് എന്നുള്ള ഒരു പദവി ആരാണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഏത് സ്കീമിൻ്റെ കീഴിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് സ്കീമിൻ്റെ പാർട്ടായിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ള ഒരൊറ്റ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ പഠിച്ചത്. അത് വെച്ചിട്ട് നമ്മൾ ആശാ വർക്കേഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും പഠിക്കണം. അപ്പോൾ വേണമെങ്കിൽ ആശ എന്നുള്ള ASHA എന്നുള്ള ഒരു ഫുൾ ഫോം വെച്ച് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതിൽ A എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? അക്രഡിറ്റഡ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ S എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ എന്നാണ്. H എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് ആണ്. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് A എന്ന് പറയുന്ന ആക്ടിവിസ്റ്റ് ആണ്. ഇങ്ങനെ ഇത് വേണമെങ്കിൽ ഈ ഒരു ഫുൾ ഫോം മാത്രമായിട്ട് വേണമെങ്കിലും വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വാസ് ലോഞ്ച്ഡ് എന്നാണ് NRHM ഫോം ചെയ്തിരിക്കുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതാണ് NRHM. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ലോഞ്ച് ചെയ്തത് 5th April 2005 ഓക്കെ. 7 വർഷത്തെ പീരീഡിലത്തേക്ക് വേണ്ടിയിട്ട് 2005 April 5 ഇത് ഫോം ചെയ്തത്. ലേറ്റർ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് 7 വർഷം ആദ്യം 2012 വരെ ആയിരുന്നു. അതിനുശേഷം വീണ്ടും 5 വർഷത്തേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് 2017 ആക്കി മാറ്റി. ദോ ദിസ് പ്രോഗ്രാം ഈസ് ഇൻ ഓപ്പറേഷൻ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്, സ്പെഷ്യൽ അറ്റൻഷൻ ഈസ് ഗിവൺ ടു 18 സ്റ്റേറ്റ്. പ്രധാനമായിട്ട് 18 സ്റ്റേറ്റുകളിലും എന്നാൽ രാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളിലും ഇതിന് അറ്റൻഷൻ കൊടുക്കുന്നും ഉണ്ട്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് ഏത് സ്കീമിന്റെ കീഴിലാണ്? ആശാ കേഡർ ഈസ് ക്രിയേറ്റഡ് അണ്ടർ NRHM. നമ്മുടെ ആൻസർ കിട്ടിയില്ലേ ഇവിടെ? യെസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി NRHM ആണ്. NRHMന്റെ പാർട്ടായിട്ടാണ് നമ്മൾ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നുള്ള ഒരു കേഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, അത്ര മാത്രമായിട്ട് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. എന്താണ് ആശാ വർക്കേഴ്സിന്റെ സെലക്ഷന്റെ ഗൈഡ് ലൈൻസ്? ആർക്ക് വേണമെങ്കിലും ആശാ വർക്കർ ആകാൻ പറ്റത്തില്ല. ചില ഗൈഡ് ലൈൻസ്, അത് ചില എലിജിബിലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. ഇത് വേണമെങ്കിൽ 2 മാർക്കും ചോദിക്കാവുന്നതാണ്. അതുപോലെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആശ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ അതിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും MGR ആയാലും NTR എല്ലാം തന്നെ നിങ്ങൾ പഠിക്കുന്നത് ഒരേ സിലബസ് ആണ്. ഈ ക്ലാസ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് വേണ്ടി മാത്രമായിട്ട് എടുക്കുന്നതല്ല, എല്ലാ യൂണിവേഴ്സിറ്റിക്കാരും പഠിക്കുന്ന ഒരേ സിലബസും ഒരേ ടെക്സ്റ്റ് ബുക്കുകളും ഒരേ എക്സാം പാറ്റേണുമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. സോ ദീസ് ഓൾ വിൽ ബി യൂസ്ഫുൾ ഫോർ യു ആൾ. ഓക്കെ, എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഈ രീതിയിൽ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുകയും വേണം. ഒപ്പം തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ചാനൽ റെഫർ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഇനി പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിക്കാനുള്ള മെറ്റീരിയൽസ് ഇല്ലാത്തവരാണ്, ആരെങ്കിലും ഒന്ന് ക്ലാസ് എടുത്ത് തന്നു കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുമെന്നുള്ളവർ ഇനി വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ ലേൺ നഴ്സിംഗിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും അതുപോലെ തന്നെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഷോർട്ട് നോട്ട്സുകളും അതുപോലെ ഓരോ ചാപ്റ്ററിലും നിങ്ങളെ മെയിൻ എക്സാമിന്, അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യേണ്ട MCQസും ഉൾപ്പെടെ തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് അന്ന് മുതൽ നിങ്ങളുടെ എക്സാം വരെയും സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്തും തരുന്നതാണ്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓഫീസിൻ്റെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. വളരെ ചുരുങ്ങിയ സമയമാണ് ഇനിയുള്ളത്. ഒരുപാട് കണ്ടന്റുകൾ പഠിക്കാനുണ്ട്. അത് ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല 5th സെമ്മിനുള്ളത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1ഉം നഴ്സിംഗ് എഡ്യൂക്കേഷൻ വെരി വാസ്റ്റ് സിലബസ്. ഒരുപാട് ചാപ്റ്റേഴ്സും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടന്റുകളും പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വരുന്നത് ഗൈഡ് ലൈൻസ് ടു സെലക്ട് ആശ എന്നുള്ളതാണ്. ഇറ്റ് മസ്റ്റ് ബി എ വുമൻ, ഒരു സ്ത്രീ ആയിരിക്കണം. പുരുഷന്മാരെ എവിടെ എടുക്കുന്നില്ല. മാരീഡ് ആയിട്ടുള്ളതോ വിഡോ ആയിട്ടുള്ളതോ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആ ഗ്രാമത്തിൽ തന്നെ താമസിക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. 25 വയസ്സിനും 45 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഫോർമൽ എഡ്യൂക്കേഷൻ അപ് ടു 8th സ്റ്റാൻഡേർഡ്, ഡിഗ്രിയും അല്ലെങ്കിൽ +2 അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട അവിടെ. പകരം മിനിമം ഒരു 8ാം ക്ലാസ് വരെയുള്ള ഫോർമൽ എഡ്യൂക്കേഷനെങ്കിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ അവിടെ ഉണ്ടായിരിക്കണം. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം. 1 ASHA for every 1000 population and it is relaxed for hilly and tribal areas. 1 ASHA per
ഹാബിറ്റേഷൻ. അതായത് 1000 ആൾക്കാർക്ക് മിനിമം ഒരു ആശാ വർക്കർ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. വെറുതെ അങ്ങനെ റിക്രൂട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്നാൽ ചില റിമോട്ട് ഏരിയകളിൽ വരുമ്പോൾ, ഹില്ലി ഏരിയകൾ, ട്രൈബൽ ഏരിയാസ് വരുമ്പോൾ ഓരോ ചെറിയ ചെറിയ പ്രദേശങ്ങൾക്ക് പ്രകാരം ഓരോ ആശാ വർക്കേഴ്സിനാണ് അവിടെ അലോട്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇവർക്ക് എന്തൊക്കെ ഇൻസെൻറ്റീവ്സ്, ട്രെയിനിങ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിനെക്കുറിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആശ ഫങ്ഷൻസ് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ടു മീറ്റ് ദ ഡിമാൻഡ്സ് ഓഫ് വീക്കർ സെക്ഷൻസ്, specifically women and children who find it hard to access health services. അതായത് നമ്മുടെ നാട്ടിലുള്ള ഹെൽത്ത് സർവീസസ് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള, സ്പെസിഫിക്കലി സ്ത്രീകളും കുട്ടികൾക്കും വേണ്ടിയിട്ട് അങ്ങനെയുള്ള വീക്കർ സെക്ഷൻസിൻ്റെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ. ആരുടെ? ആശാ വർക്കേഴ്സിൻ്റെ. നെക്സ്റ്റ്, രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് ദ ഹെൽത്ത് ആക്ടിവിസ്റ്റ് functions to create awareness on health and motivates community to involve in local healthcare planning. എന്താണ് പറയുന്നത്? ആശാ വർക്കർ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ ഒരു ലോക്കൽ ഹെൽത്ത് കെയർ പ്ലാനിങ്ങിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ്, കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെൻറ്റ് മോട്ടിവേറ്റ് ചെയ്യുക. ഇതും മറ്റൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഷീ ഇൻവോൾവ്സ് ഹെർസെൽഫ് ഇൻ ടീച്ചിങ് ഹെൽത്തി പ്രാക്ടീസസ് ആൻഡ് പ്രൊമോട്ട്സ് ഹെൽത്ത്. അവർ സ്വയം എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് ഹെൽത്തി പ്രാക്ടീസസ് പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യുക. നെക്സ്റ്റ്, ഷീ ഓൾസോ പ്രൊവൈഡ്സ് എ മിനിമം പാക്കേജ് ഓഫ് ക്യൂരേറ്റീവ് കെയർ ആൻഡ് മേക്സ് ടൈംലി റെഫറൽ. അതായത് മിനിമൽ ആയിട്ടുള്ള, കാരണം അവിടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് 8ാം ക്ലാസ് മാത്രമേ വരുന്നുള്ളൂ. സോ അവർക്ക് അവിടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒന്നുമില്ല. പകരം മിനിമൽ ആയിട്ടുള്ള ജസ്റ്റ് ഒരു വൂണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ ക്ലീൻ ചെയ്യണം, എങ്ങനെ ഷുഗർ ടെസ്റ്റ് ചെയ്യണം, എങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യണം, എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഡിസിൻസ് എടുക്കണം, ഏത് സാഹചര്യത്തിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റൽ, ഈ ഒരു PHCയിൽ നമുക്ക് അവിടെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, ഇതുപോലെ ടൈം കറക്റ്റായിട്ടുള്ള റെഫറൽ സർവീസസ് നടത്തുക. ഇതെല്ലാം ആശാ വർക്കറുടെ ചുമതലയാണ്. നെക്സ്റ്റ്, ആശ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഓൺ ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് സാനിറ്റേഷൻ, ഹെൽത്തി ലിവിങ്, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ഹെൽത്ത് സർവീസസ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനൊപ്പം നമ്മുടെ ന്യൂട്രീഷൻ, ഹൈജീൻ, ബേസിക് ആയിട്ടുള്ള സാനിറ്റേഷൻ, ഹെൽത്തി ആയിട്ട് എങ്ങനെ ജീവിക്കണം, ഹെൽത്തി ലിവിങ്, എഫക്റ്റീവായിട്ട് നമുക്കുള്ള ഹെൽത്ത് സർവീസസ് എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇതാരുടെ ഉത്തരവാദിത്തമാണ്? ആശാ വർക്കറുടെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ്, ആശാ കൗൺസിൽ വുമൺ ഓൺ പ്രിപ്പറേഷൻ ഫോർ ഡെലിവറി, ഇമ്പോർട്ടൻസ് ഓഫ് സേഫ് ഡെലിവറി, ബ്രസ്റ്റ് ഫീഡിംഗ്, കോംപ്ലിമെൻ്ററി ഫീഡിംഗ്, ഇമ്മ്യൂണൈസേഷൻ, കോൺട്രാസെപ്ഷൻ, പ്രിവെൻഷൻ ഇൻഫെക്ഷൻസ്, അതുപോലെ തന്നെ കെയർ ഓഫ് യങ് ചൈൽഡ്. അതായത് ഡെലിവറിക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരു സേഫ് ആയിട്ട് ഡെലിവറി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്, എപ്പോഴാണ് നിങ്ങൾ കോംപ്ലിമെൻ്ററി ഫീഡിങ് കൊടുക്കേണ്ടത്, കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ ഉള്ള ഇമ്മ്യൂണൈസേഷൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ചും ഓരോ ഇമ്മ്യൂണൈസേഷൻ എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും, കോൺട്രാസെപ്ഷൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡുകൾ കോൺട്രാസെപ്ഷനിലുണ്ട്, ഏറ്റവും സേഫ് എന്താണ്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം, എക്സ്പെഷ്യലി റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസും സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസും എങ്ങനെയൊക്കെ തടയാം, കുഞ്ഞുകുട്ടികളെ, യങ് ചൈൽഡിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, ഇതിനെല്ലാം അമ്മമാരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? ആശാ വർക്കറിനുണ്ട്. അതുപോലെ തന്നെ ആശ വിൽ മൊബിലൈസ് ദ പീപ്പിൾ ആൻഡ് ഹെൽപ്പ് ടു ആക്സസ് ഹെൽത്ത് സർവീസസ് ലൈക്ക് ഇമ്മ്യൂണൈസേഷൻ, ആൻറ്റിനേറ്റൽ ചെക്കപ്പ്, പോസ്റ്റ്നേറ്റൽ ചെക്കപ്പ്, സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, സാനിറ്റേഷൻ അറ്റ് അംഗൻവാടീസ്, സബ് സെൻറ്റർ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ. ഈ ഒരു പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുക മാത്രമല്ല, ആ ഫെസിലിറ്റീസ് എല്ലാം അവരുടെ കൈകളിൽ എത്തുന്നുണ്ട്, അവരുടെ ഡോർ സ്റ്റെപ്പിൽ കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങളുള്ള വീടുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അവർക്കുള്ള ഇമ്മ്യൂണൈസേഷൻസ് എല്ലാം അത് കൊടുപ്പിക്കുക. അതുപോലെ കൃത്യമായിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ റുട്ടീനായിട്ടുള്ള ആൻറ്റിനേറ്റൽ ഹെൽത്ത് ചെക്കപ്പ് എല്ലാം നടത്തിപ്പിക്കുക. അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ അമ്മമാർക്ക് പോസ്റ്റ്നേറ്റൽ ചെക്കപ്പുകൾ നടത്തിപ്പിക്കുക. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഉള്ളവർക്ക് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അംഗൻവാടികളിലും സബ് സെൻറ്ററിലും PHCയിലും ഒക്കെ ആയിട്ട് സാനിറ്റേഷൻ നടപ്പിലാക്കുക. ഇതെല്ലാം ഇവരുടെ
ഉത്തരവാദിത്തമാണ്. അതുപോലെ ഷീ വിൽ ആക്ട് ആസ് എ ഡിപ്പോട്ട് ഹോൾഡർ ടു കമ്മ്യൂണിറ്റി ഫോർ എസെൻഷ്യൽസ് ആൻഡ് സപ്ലൈസ് ലൈക്ക് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി, ORS സൊല്യൂഷൻ, ഡീഹൈഡ്രേഷൻ തെറാപ്പി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രിവെന്റ് ഡയേറിയ റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ്. ഡയേറിയ കാരണം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി അല്ലെങ്കിൽ ORS പാക്കറ്റുകൾ ഇത് എല്ലാ വീടുകളിലും ആവശ്യമുള്ളിടത്തെല്ലാം സപ്ലൈ ചെയ്യുക. എവിടെയൊക്കെയാണോ അയണും ഫോളിക് ആസിഡും ടാബ്ലറ്റ്സ് ആവശ്യമായിട്ട് വരുന്നത് അത് സപ്ലൈ ചെയ്യുക. ക്ലോറോക്യൂൻ വേണ്ടെടുത്ത് അത് സപ്ലൈ ചെയ്യുക. ഡിസ്പോസിബിൾ ഡെലിവറി കിറ്റ്സ് വേണ്ടെടുത്ത് അത് സപ്ലൈ ചെയ്യുക. ഓറൽ പിൽസും കോണ്ടവും വേണ്ടെടുത്ത് അത് സപ്ലൈ ചെയ്യുക. എന്തൊക്കെ എസെൻഷ്യൽസും എന്തൊക്കെ സപ്ലൈസുമാണോ എവിടെയൊക്കെയാണോ നീഡുള്ളത് അത് മനസ്സിലാക്കി അതെല്ലാം ഡീപ്പോർട്ട് ചെയ്യുക, അതായത് അവിടെ എത്തിച്ചേർക്കുക എന്നുള്ളതാണ് മറ്റൊരു റെസ്പോൺസിബിലിറ്റി. അതുകൂടാതെ ആശാ നീഡ്സ് അഡിക്വേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് ടു ഫങ്ഷൻ. ഇതെല്ലാം നടപ്പിലാക്കണമെങ്കിൽ ഇവർക്ക് അവർ സ്വന്തമായിട്ട് നടത്താൻ പറ്റുമോ? ഇല്ല. ഇതിനുള്ള സപ്ലൈസ് എല്ലാം കിട്ടേണ്ടത് നമ്മുടെ PHCയിൽ അല്ലെങ്കിൽ CHSCയിൽ നിന്നാണ്. അതുപോലെ വുമൺ കമ്മിറ്റീസ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, വില്ലേജ് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ കമ്മിറ്റി, പെരിഫറൽ ഹെൽത്ത് വർക്കേഴ്സ് ലൈക്ക് ANMs, അംഗൻവാടി വർക്കേഴ്സ്, ഇവരെല്ലാം സപ്പോർട്ട് അവിടെ ഒത്തുചേർന്ന് സർവീസും ട്രെയിനിങ്ങും ഒക്കെ നടത്തി അവർ ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം നടപ്പിലാക്കുക. ദീസ് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആശ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്ന ഒരു ടോപ്പിക്കാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്, മാക്സിമം 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും മനസ്സിലാക്കി പഠിക്കണം. ഇങ്ങനെ നമ്മൾ പഠിച്ച് ആദ്യം നമ്മൾ ഈ ഒരു ടോപ്പിക്സ് എല്ലാം നമ്മൾ സിലബസ് അനുസരിച്ച് പഠിച്ചു, ക്ലാസ് കേട്ട് പഠിച്ചു. അതിനുശേഷം നമ്മുടെ കോഴ്സിലാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നു. അതിനുശേഷം അവർക്ക് ഷോർട്ട് നോട്ട്സ് കൊടുക്കുന്നുണ്ട്, അതും അവർ വായിക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ചാപ്റ്ററിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു 10-50 ക്വസ്റ്റ്യൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള 20-25 ക്വസ്റ്റ്യൻ മോസ്റ്റ് റിപ്പീറ്റഡ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റഡ് ആയിട്ട് നോക്കേണ്ട, ഫൈനൽ റിവിഷൻ ടൈമിൽ നോക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റും. ഓക്കെ, അങ്ങനെ അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആശ അല്ലെങ്കിൽ ആശാ വർക്കർ, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. ഓക്കെ, യു അണ്ടർസ്റ്റുഡ്? അപ്പം ഞാൻ പറഞ്ഞ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും പഠിക്കുക, അതായത് ഏത് ടോപ്പിക്കാണോ ആ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് ആ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് സബ്മേർജ്ഡ് പോർഷൻ ഓഫ് ദ ഐസ്ബർഗ് റെപ്രസെൻറ്റ്സ് ഓപ്ഷൻസ് അൺഡയഗ്നോസ്ഡ് കേസസ്, ക്ലിനിക്കൽ കേസസ്, ഡെഡ് കേസസ്, ട്രീറ്റഡ് കേസസ്. ഇതെവിടെയാണ് വരുന്നത്? നമ്മുടെ എപ്പിഡെമിയോളജിയിൽ വരുന്നതാണ്. എപ്പിഡെമിയോളജി ഓഫ് ദ ഡിസീസസ് അല്ലെ, കമ്മ്യൂണിക്കബിൾ ഡിസീസസും അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൻ്റെ എപ്പിഡെമിയോളജി പഠിക്കുമ്പോഴാണ് നമ്മളവിടെ ഐസ്ബർഗ് ഫിനോമിനൻ പഠിച്ചത്. അപ്പോൾ ഐസ്ബർഗ് ഫിനോമിനൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഇതാണ് നമ്മുടെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ. ഇതൊരു ഐസാണ്, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. ഐസ് മുങ്ങിക്കിടക്കുമ്പോൾ അതിൽ 3/4 ഭാഗം എന്ത് ചെയ്യും? വെള്ളത്തിൽ മുങ്ങിയും കുറച്ച് ഭാഗം മാത്രം മുകളിലോട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പുറത്ത് കാണത്തക്ക രീതിയിൽ നിൽക്കും. ഈ ഐസ്ബർഗ് ഫിനോമിനൻ കാരണം ഇതിൽ ഈ വാട്ടർ ലെവലിൽ താഴോട്ടുള്ള ഭാഗം കാണിക്കുന്നത് അവിടെ ഇതുവരെ ഫിസിഷ്യൻ റിക്കഗ്നൈസ് ചെയ്യാത്ത ഡിസീസസ്, അതായത് അൺഡയഗ്നോസ്ഡ് കേസസ് അല്ലെങ്കിൽ സിംറ്റംസ് വരാത്ത കേസസ്, സിംറ്റംസ് ഇതുവരെ കണ്ടു തുടങ്ങാത്ത കേസസ്, അതാണ് പ്രീ സിംറ്റമാറ്റിക് ഡിസീസ് അല്ലെങ്കിൽ വാട്ട് ദ ഫിസിഷ്യൻ ഡസ് നോട്ട് സീ. അൺഡയഗ്നോസ്ഡ് കേസസ്, കൺഫേം ചെയ്യാത്ത ഡിസീസസ്, അതായത് ഒരാൾക്ക് പനിയുണ്ട്, ചുമയുണ്ട്, ദേഹത്ത് ചെറിയ മാക്യൂൾസും പാപ്പുലർ റാഷസും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, ബട്ട് അതെന്താണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സിംറ്റംസ് അല്ലെങ്കിൽ തുടങ്ങിയിട്ടില്ല, എന്നാൽ അവരിപ്പോഴും ഒരു രോഗിയാണ്. അങ്ങനെയുള്ള ഡിസീസിനെയാണ് ഈ ഒരു പ്രീ സിംറ്റമാറ്റിക് ഡിസീസ് അല്ലെങ്കിൽ അൺഡയഗ്നോസ്ഡ് കേസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ആൻസറായി സബ്മേർജ്ഡ് പോർഷൻ ഓഫ് ദ ഐസ്ബർഗ്. ഇതിലെ സബ്മേർജ്ഡ് എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന ഭാഗം അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിനുള്ളിൽ മുങ്ങി നിൽക്കുന്ന ഭാഗം എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഡിനോട്ടിങ് അൺഡയഗ്നോസ്ഡ് കേസസ്. ഇതുവരെ ഡയഗ്നോസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാത്ത, ഫൈനലൈസ് ചെയ്യാത്ത കേസസ് ആണ് ഐസ്ബർഗിൻ്റെ താഴ്ഭാഗത്ത് വെള്ളത്തിൽ സബ്മേർജ്ഡ് ആയിട്ട് പോർഷനിൽ കാണപ്പെടുന്നത്. എന്നാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് പോയിന്റഡ് ആയിട്ട് ഉയർന്നു കാണപ്പെടുന്ന ഈ ഭാഗത്തിന് സിംറ്റമാറ്റിക് ഡിസീസ് എന്നോ അല്ലെങ്കിൽ അതിനെ ഡയഗ്നോസ്ഡ് കേസസ് എന്നാണ് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞത് ഡയഗ്നോസ്ഡ് കേസസ് എന്നാണ് പറയുന്നത്. ഇവിടെയും നിങ്ങൾക്ക് അത് വായിച്ചു നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഐസ്ബർഗ് ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞാൽ
ഒരു ഡിസീസിൻ്റെ സ്പെക്ട്രമാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഫ്ലോട്ടിംഗ് ടിപ്പ്, ഐസ്ബർഗിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫിസിഷ്യൻ കണ്ട, അതായത് നമ്മളെ ഡയഗ്നോസ് ചെയ്ത ക്ലിനിക്കൽ കേസസും, സബ്മർജ്ഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഹിഡൻ മാസ് ഓഫ് ദ ഡിസീസ്, അതായത് ലേറ്റൻറ്റ്, ഇന്നപ്പറൻറ്റ്, പ്രീ സിംറ്റമാറ്റിക്, അൺഡയഗ്നോസ്ഡ് കേസസ് ഒക്കെയാണ് സബ്മർജ്ഡ് പോർഷൻ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. The maximum size of droplet nuclei that can be inhaled into the alveoli of lungs is what? എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം? അതായത് നമുക്കറിയാം നമ്മുടെ ഇവിടെ നോസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ട്രക്കിയ, ഫാരിങ്സ് വഴി ട്രക്കിയയിൽ നിന്ന് ബ്രോങ്കിയോൾസ്, പ്രൈമറി ബ്രോങ്കൈ, സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷറി ബ്രോങ്കൈ, പിന്നെ ലാസ്റ്റ് ആൽവിയോലൈ. ഇങ്ങനെയാണ് ലങ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇവിടെ നമുക്ക് നോസ് എന്ന് പറയുന്നത് വലിയൊരു ഹോളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എയറിൽ നിന്ന് നമ്മൾ നമ്മുടെ വായു വലിച്ചെടുക്കുന്ന സമയത്ത്, ശ്വസിക്കുന്ന സമയത്ത് വലിയ സൈസിലുള്ള ഡ്രോപ്ലെറ്റ്സും നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്റ്റിനുള്ളിലോട്ട് പ്രവേശിക്കും. എന്നാൽ അത് തുടർന്ന് പോകുമ്പോൾ ഇവിടെ ഈ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് നാരോഡ് ആവുകയും ഈ ആൽവിയോലയിൽ എത്തുമ്പോൾ വളരെ ചെറിയ നാരോഡ് ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് മാറുകയും ചെയ്യുന്നു. സോ വാട്ട് എവർ മോളിക്യൂൾസ് ഡ്രോപ്ലെറ്റ്സ് എൻറ്ററിങ് ഇൻ ടു ദ നോസ്, എവറിത്തിങ് വിൽ നോട്ട് റീച്ച് ആൽവിയോലൈ. ഈ എല്ലാ ഡ്രോപ്ലെറ്റ്സും കറക്റ്റായിട്ട് ആൽവിയോലയിൽ എത്തത്തില്ല. കാരണം ഇവിടെ ഈ വളരെ നാരോഡ് ആയിട്ടുള്ള ആൽവിയോയിൽ എത്തണമെങ്കിൽ വളരെ ചെറിയ ഡ്രോപ്ലെറ്റ്സുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓരോ ഭാഗത്തും, റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ ഓരോ ഭാഗത്തും എത്തുന്ന ഡ്രോപ്ലെറ്റ്സിൻ്റെ സൈസ് എത്രയാണ്? ഇവിടെ നോക്കൂ, നമ്മുടെ നോസിലൂടെ നമുക്ക് അവിടെ മോർ ദാൻ 5 മൈക്രോമീറ്റർ വരെയുള്ള ഡ്രോപ്ലെറ്റ്സ് അവിടെ കയറും. അതെ, തൊട്ട് താഴെ നമ്മുടെ ലങ്സിന്, നമ്മുടെ ട്രക്കിയ, ബ്രോങ്കയൊക്കെ എത്തുമ്പോഴത്തേക്ക് അവിടെ 1 to 5 മൈക്രോമീറ്ററും, നെക്സ്റ്റ് ആൽവിയോലയിൽ എത്തുമ്പോൾ ലെസ് ദാൻ 1 മൈക്രോമീറ്റർ അല്ലെങ്കിൽ 1 to 2 മൈക്രോമീറ്ററാണ് അവിടുത്തെ മാക്സിമം സൈസ് എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1 to 2 മൈക്രോൺ സൈസിലുള്ള ഡ്രോപ്ലെറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മുടെ ആൽവിയോലയിൽ എത്തുന്നത്. ആൽവിയോലയിൽ ആയതുകൊണ്ടാണ് ഇത്രയും ചെറുത്. ഇനി സപ്പോസ് ട്രക്കിയ വല്ലതും ആയിരുന്നെങ്കിൽ അത് 1 to 5 എന്ന് നമുക്കവിടെ ആൻസർ കൊടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, വളരെ ചെറുതായിട്ടുള്ള ഡ്രോപ്ലെറ്റ്സ് മാത്രമേ ആൽവിയോലൈ ലെവലിൽ റീച്ച് ചെയ്യത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ 3 ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്തു. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ടെസ്റ്റ് ടു സ്ക്രീൻ cervical cancer? It is very important epidemiological condition ഇൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇവിടെ 1 മാർക്കിനാണ് ചോദിച്ചതെങ്കിലും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ സെർവിക്കൽ ക്യാൻസർ, സെർവിക്സിൽ ക്യാൻസർ, അതായത് സെർവിക്കൽ ക്യാൻസർ, അതായത് സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന, അമ്മമാരിൽ ഉണ്ടാകുന്ന ക്യാൻസറാണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. യൂട്രസിൻ്റെ ഏറ്റവും താഴ്ഭാഗം, വെജൈനയുടെ ഏറ്റവും മുകൾ ഭാഗമായിട്ട് വരുന്ന സെർവിക്സ്, അവിടെ ഉണ്ടാകുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ. ഇത് സ്ക്രീൻ ചെയ്യാൻ ഉള്ള ടെസ്റ്റ് ഏതാണ്? ഈ ഒരു കണ്ടീഷനും ഇതിൻ്റെ സ്ക്രീനിങ് ടെക്നിക്കും എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ മുതൽ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ പഠിച്ചത്? നിങ്ങൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പഠിച്ചിട്ടുണ്ടോ? പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ, ടെർഷറി പ്രിവെൻഷൻ, അല്ലേ? അവിടെ സെക്കൻഡറി പ്രിവെൻഷനിൽ ഏർലി ഡയഗ്നോസിസ് ആൻഡ് ആപ്റ്റ് ട്രീറ്റ്മെൻറ്റ്, നേരത്തെയുള്ള ഡയഗ്നോസിസും കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുമാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതിലൊരു എക്സാമ്പിളായിട്ട് കോമൺ ആയിട്ട് പഠിക്കുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ സെർവിക്കൽ ക്യാൻസറിൻ്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏതാണ്? ഓപ്ഷൻ എ ഷിക് ടെസ്റ്റ് ആണോ? ഓപ്ഷൻ ബി വൈറൽ ടെസ്റ്റ് ആണോ? ഓപ്ഷൻ സി തിക്ക് ആൻഡ് തിൻ സ്മിയർ ആണോ? ഓപ്ഷൻ ഡി പാപ് സ്മിയർ ആണോ? കറക്റ്റ് ഓപ്ഷൻ നിങ്ങൾ തന്നെ ഇപ്പം തന്നെ ആൻസർ ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഞാൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നോളജ് ചെക്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടെയാണ്. നിങ്ങളുടെ ആൻസർ എന്താണെന്ന് വീഡിയോയിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചാനലിനെ കുറിച്ചും നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും, നിങ്ങൾക്കിനി ഏതെങ്കിലും ടോപ്പിക്സിന്, സ്പെഷ്യലി ഏതെങ്കിലും ടോപ്പിക്സിന് ക്ലാസ്സുകൾ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കൂ, സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു ജസ്റ്റ് ഒരു പാരഗ്രാഫിലോ ഒരു സെൻറ്റൻസിലോ നിർത്താൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് വെരി important topic. So already I told you what is cervical cancer. Cancer in cervix is known as cervical cancer.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. വളരെ ഷോർട്ടായിട്ട് തന്നെ നമുക്ക് പഠിച്ചു പോകാം. ബട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇത്രയും കണ്ടൻസ് വരുമ്പോഴാണ് നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയി മാറുന്നത്. 5 മാർക്കിനും 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ കോസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്. ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ എങ്ങനെ ഉണ്ടാകുന്നു? ത്രൂ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ. ഓക്കെ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ STD എന്നുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രായം. ഓക്കെ, ക്യാൻസർ സെർവിക്സ് എഫക്ട്സ് റിലേറ്റീവ്ലി യങ് വുമൺ വിത്ത് ഇൻസിഡൻസ് ഇൻ ഇൻക്രീസിങ് റാപ്പിഡ്ലി ഫ്രം ദ ഏജ് ഓഫ് 25 to 45. 25-45 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരിൽ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുപോലെ ജെനിറ്റൽ വാർഡ്സ്, നമ്മൾ ഒബ്സ്റ്റട്രിക്സ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ ജെനിറ്റൽ വാർഡ്സ് എന്ന് പറയുന്നത്. ഇതും ഒരു ഡിസീസ് കണ്ടീഷൻ തന്നെയാണ്. ജെനിറ്റൽ വാർഡ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉള്ളവർക്ക് ഈ ഒരു ക്യാൻസർ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ മെരിറ്റൽ സ്റ്റാറ്റസും ഒരു റിസ്ക് ഫാക്ടറാണ്. ഫൗണ്ട് ഇൻ സിംഗിൾസ്, വളരെ റെയർ ആയിട്ടാണ് കല്യാണം കഴിയാതെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആൾക്കാരിൽ സെർവിക്സ് ക്യാൻസർ അത്രയും കോമൺ അല്ല, വളരെ ലെസ്സാണ്. എന്നാൽ വിഡോസിലും ഡിവോഴ്സ്ഡ് ആയിട്ടുള്ളവരും സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരും മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്കും ഒക്കെ കൂടുതലായിട്ട് ഈ ഒരു കണ്ടീഷൻസ് കാണുന്നുണ്ട്. ക്യാൻസർ ഓഫ് സെർവിക്സ് ഈസ് വെരി കോമൺ ഇൻ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്. നെക്സ്റ്റ്, ഏർലി മാരേജ്. ഒരുപാട് ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞവർക്ക് കൂടുതലായിട്ട് ക്യാൻസർ ഓഫ് സെർവിക്സ് ഉണ്ടാകുന്നുണ്ട്. മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഉള്ളവർക്കും അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉള്ളവർക്കും വീക്കൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം ഉള്ളവർക്കും ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൂടുതലായിട്ട് കഴിക്കുന്നവർക്കും സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസും ഒരു സെർവിക്കൽ ക്യാൻസറിൻ്റെ ഒരു റിസ്ക് ആണ്. പുവർ ജെനിറ്റൽ ഹൈജീൻ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഉണ്ടാകുന്നത്. മറ്റു കോമൺ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് സെർവിക്കൽ ക്യാൻസർ എന്തൊക്കെയാണ്? വെജൈനൽ ബ്ലീഡിംഗ് ബിറ്റ്വീൻ പീരീഡ്സ്, മെൻസ്ട്രുവൽ പീരീഡ്സ്, പോസ്റ്റ് മെനോപാസൽ ബ്ലീഡിംഗ് ആഫ്റ്റർ സെക്ഷൽ ഇൻ്റർകോഴ്സ്, പെയിൻ ഡ്യൂറിങ് സെക്ഷൽ ഇൻ്റർകോഴ്സ്, സ്മെല്ലി വെജൈനൽ ഡിസ്ചാർജ്, അൺയൂഷ്വൽ വെജൈനൽ ഡിസ്ചാർജ് ടിഞ്ച്ഡ് വിത്ത് ബ്ലഡ്, ബാക്ക് ഏക്ക്, ലോവർ അബ്ഡോമിനൽ പെയിൻ, ഫെറ്റിക് ആൻഡ് എക്സ്ട്രീം ടയേർഡ്നെസ്, അൺഎക്സ്പ്ലെയിൻഡ് വെയ്റ്റ് ലോസ്, പെയിൻ ഇൻ ലെഗ്സ്, പെയിൻ ഡ്യൂറിങ് യൂറിനേഷൻ. ഇതുപോലുള്ള സിംറ്റംസ് ആണ് സെർവിക്കൽ ക്യാൻസർ ഉള്ളവർക്ക് വരുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? കംപ്ലീറ്റ്ലി 100% നമുക്ക് ഒരു ക്യാൻസർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്കവിടെ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ എടുക്കാവുന്നതാണ്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡിസീസ് വരുമ്പോഴല്ല പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സ് നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ അവയെ റിമൂവ് ചെയ്യുന്നു. ഇംപ്രൂവ്ഡ് പേഴ്സണൽ ഹൈജീൻ, birth control will result in reduction in cancer cervix rate. People should be educated on cause, സ്പ്രെഡ് ആൻഡ് പ്രിവെൻറ്റീവ് മെഷർ. എന്താണ് ഈ കണ്ടീഷൻ, എങ്ങനെയാണ് ഇതുണ്ടാകുന്നത്, എങ്ങനെയാണ് നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക, ആളുകൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് പ്രൈമറി പ്രിവെൻഷൻ. ഇതുകൂടെ ഹെൽത്ത് എഡ്യൂക്കേഷനും. പിന്നെ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റക്ഷൻ ത്രൂ സ്ക്രീനിങ്. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യേണ്ടത്, സെക്കൻഡറി പ്രിവെൻഷനിൽ എന്താണ് ചെയ്യേണ്ടത്, ഇത്രയും പെട്ടെന്ന് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാൻ അവിടെ പല മെത്തേഡുകളുണ്ട്. ഒന്ന് വിഷ്വൽ ഇൻസ്പെക്ഷൻ വിത്ത് അസറ്റിക് ആസിഡ് ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അത് ഒരു 100% ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ അല്ല. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാപ്സ്മിയർ ടെസ്റ്റിലോട്ട് പോകണം, അല്ലെങ്കിൽ ഡയറക്ട്ലി പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാം. സോ യുവർ ആൻസർ ഈസ് ഹിയർ. What is the diagnostic test or screening test for cervical cancer? That is pap smear. Pap smear ടെസ്റ്റിലൂടെയാണ് നമ്മൾ cervical cancer കൺഫേം ചെയ്യുന്നത്. Pap smear of the cervix is obtained during pelvic examination to screen for cervical dysplasia or cancer. May also help to detect endometrial cancer, infections, endocrine status. ഈ pap smear ടെസ്റ്റിലൂടെ നമുക്ക് സെർവിക്കൽ ക്യാൻസർ മാത്രമല്ല എൻഡോമെട്രിയൽ ക്യാൻസറും മറ്റ് ഇൻഫെക്ഷൻസും എൻഡോക്രൈൻ സ്റ്റാറ്റസും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. ഇനി ഇത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ റൊട്ടീനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. റേഡിക്കൽ സർജറി, റേഡിയോ തെറാപ്പി, ഇങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇന്ന് അവൈലബിൾ ആണ്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്ക്രീൻ ദിസ് ഡിസീസ് ആസ് ഏർലി ആസ് പോസിബിൾ. സോ നൗ വി ഗോട്ട് 4th ആൻസർ ആൻഡ് 4 മാർക്സ്. 4 മാർക്ക് നമുക്കവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകാം. മാക്യുലോപാപ്പുലാർ റാഷസ് ബിഗിൻസ് ബിഹൈൻഡ് ദ ഇയേഴ്സ് ആൻഡ് സ്പ്രെഡ്സ് ഓവർ ദ ഫേസ്, നെക്ക് ആൻഡ് എക്സ്റ്റെൻഡ്സ് ഡൗൺ ദ ബോഡി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് ഡിസീസ്. ഈ മാക്യുലോപാപ്പുലാർ റാഷസ് അല്ലെങ്കിൽ പസ്റ്റ്യൂൾസ്, ഇതുപോലെയുള്ള റാഷസ് ഒക്കെ ഉണ്ടാകുന്നത് പല
സ്കിൻ ഡിസോർഡേഴ്സിൽ, പല ശരീരത്തിലുള്ള പല ഡിസീസസിലും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പല ഡിസീസ്, സ്മോൾ പോക്സിലുണ്ട്, മീസൽസിലുണ്ട്, ചിക്കൻ പോക്സിലുണ്ട്, റുബല്ലയിലുണ്ട്, ഇതിലെല്ലാം ഈ റാഷസ് വരാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മാക്യുലോപാപ്പുലർ റാഷസ് ബിഗിൻ ചെയ്തത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണ്? ഇയറിലാണ്. ഇയറിൻ്റെ ബാക്ക് സൈഡിൽ നിന്നായിരിക്കും. അത് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് ഫേസിലോട്ട് എത്തുന്നു, ഫേസിൽ നിന്ന് നെക്കിലോട്ട് വരുന്നു, അവിടെ നിന്ന് ബോഡിയിലോട്ട് താഴെ, അതായത് അപ്പർ പാർട്ടിൽ നിന്ന് ലോവർ പാർട്ടിലോട്ട് ഈ മാക്യുലോപാപ്പുലർ റാഷസ് സ്പ്രെഡ് ചെയ്യുന്നു. ഇത് ഒരു ഡിസീസിൻ്റെ ഒരു പാറ്റേൺ. ഇറ്റ്സ് എ ക്ലാസിക് സിംറ്റം ഓഫ് എ ഡിസീസ്. വാട്ട് ഈസ് ദാറ്റ്? സ്മോൾ പോക്സ്, മീസൽസ്, ചിക്കൻ പോക്സ്, റുബെല്ല. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? മീസൽസ് ആണ്. ഓക്കെ, അപ്പം നമുക്കിത് ഇവിടെ ഈ 4 കണ്ടീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റുബെല്ല 5 മാർക്കാണ്, ചിക്കൻ പോക്സ് 5 മാർക്കാണ്, മീസൽസ് 5 മാർക്കാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ വാക്സിനേഷൻസ് അതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഒരുപാട് തവണ 5 മാർക്കിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. തറവായിട്ട് ഓരോ വാക്സിനും, എന്താണ് വാക്സിൻ, ഏത് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്, എപ്പോഴാണ് ഈ വാക്സിൻ കൊടുക്കേണ്ടത്, എത്ര ഡോസ് കൊടുക്കണം, ഏത് സൈറ്റിലാണ് നമ്മൾ, അതായത് ഏത് ഇഞ്ചക്ഷൻ സൈറ്റ്, അല്ലെങ്കിൽ ഓറലി ആണോ, IV ആണോ, IM ആണോ, എങ്ങനെയാണ് ഈ വാക്സിൻ കൊടുക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ മെഡിസിൻസ് ഗിവൺ അണ്ടർ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ every year for elimination of lymphatic filariasis? എലിഫന്റ് ലെഗ് എന്നറിയപ്പെടുന്ന ഒരു കണ്ടീഷനാണ് ഈ ഫിലറിയാസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മന്ത് രോഗം, അതായത് നമ്മുടെ കാലിൽ മന്ത് വരുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആനക്കാൽ എന്നൊക്കെ പറയുന്ന ഒരു രോഗമാണ്. അതാണ് ഈ ഫിലറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിലറിയാസിസ് തടയാൻ വേണ്ടിയിട്ട്, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും ഇന്ത്യയിലുള്ള എല്ലാ ജനതകൾക്കും, അതായത് റിമോട്ട് ഏരിയകൾ ഉൾപ്പെടെ എല്ലാ ആൾക്കാർക്കും ഗവൺമെൻറ് മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ നടത്താറുണ്ട്. അതായത് ഈ ഒരു ഫിലറിയാസിസ് വരാതിരിക്കാനുള്ള ഡ്രഗ്സ് അവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഡ്രഗ്സ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടുത്തെ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഫിലറിയാസിസ് ഓൾസോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫോർ 5 മാർക്ക്. ഇവിടെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ പറയുന്നത് ഡോക്സിസൈക്ലിൻ ആൻഡ് കോട്രിമോക്സസോൾ, ഓപ്ഷൻ ബി പ്രൈമക്വിൻ ആൻഡ് ആൽബൻഡസോൾ, ഓപ്ഷൻ സി ഡൈഇഥൈൽ കാർബമസൈൻ ആൻഡ് ആൽബൻഡസോൾ, ഓപ്ഷൻ ഡി റിഫാംബിസിൻ ആൻഡ് INH. ഈ റിഫാംബിസിൻ എന്താണ്? നമ്മുടെ ട്യൂബർക്ലോസിന് കൊടുക്കുന്ന ഡ്രഗ്സ് ആണ്. അപ്പം നമുക്ക് അതവിടെ ഒഴിവാക്കാവുന്ന കാര്യമാണ്. എന്നാൽ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഒന്ന് നോക്കാം. ഇവിടെ നോക്കൂ, നമ്മുടെ ഫിലറിയാസിസ് എലിമിനേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഒരുപാട് നാഷണൽ പ്രോഗ്രാംസ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ്, ന്യൂട്രീഷണൽ പ്രോഗ്രാംസും അല്ലാതെയും ഡിസീസസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് ആയാലും ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ആയാലും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഏത് വേണമെങ്കിലും 10 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ലിംഫാറ്റിക് ഫിലറിയാസിസ് എലിമിനേഷൻ പ്രോഗ്രാമിനെയാണ് നമ്മൾ NFCP എന്ന് പറയുന്നത്, നാഷണൽ ഫിലേറിയൽ കൺട്രോൾ program. Okay, lymphatic filariasis, popularly known as elephantiasis, is a much ignored tropical disease. Health statistics reveals that worldwide over 120 million people are infected, which about 40 million disfigured and incapacitated by the disease. There were 600 million people exposed since 1955. National Filarial Control Program in operation. In June 1978, it was merged with the Urban Malarial Scheme. In 2003, it was included in NVBDCP. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ എടുത്ത് തന്നതാണ്, നിങ്ങളത് കേട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ഫിലറിയാസിസ് നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ലിംഫാറ്റിക് ഫിലറിയാസിസ് എലിമിനേഷൻ പ്രോഗ്രാം. ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളതാണ് ഇവിടുത്തെ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ, സിംഗിൾ ഡോസ് ഓഫ് DEC ടാബ്ലറ്റ്സ് ആൻഡ് അതർ മെഷേഴ്സ് ലൈക്ക് ഹോം ബേസ്ഡ് ഫുഡ് കെയർ ആൻഡ് ഹൈഡ്രോസെലക്ടമി സർജറീസ്. ഇതെല്ലാമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. അപ്പോൾ ഇതിൽ പറയുന്ന DEC എന്താണ്? DEC എന്ന്, ദാറ്റ് ഈസ് ഡൈഇഥൈൽ, DEC, diethyl carbamazine and albendazole. These are the 2 tablets they are giving under mass drug administration for prevention of
ഫിലേറിയാസിസ്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിക്കണം. ആനുവൽ മാസ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഹോം ബേസ്ഡ് മാനേജ്മെൻറ്റിനെ കുറിച്ചും ആപ്ലിക്കേഷൻ ഓഫ് ഇൻസെക്ട് റെപ്പലൻസിനെ കുറിച്ചും ഇൻസെക്ടിസൈഡ്സിൻ്റെ യൂസിനെ കുറിച്ചും സ്റ്റാഗ്നൻ്റ് ഓഫ് അവോയ്ഡ് വാട്ടർ സ്റ്റാഗ്നേഷൻ, ഫില്ലിംഗ് അപ്പ് ഓഫ് ഡിച്ചസ് ആൻഡ് ക്രസ്പോൾസ്, റുട്ടീൻ മെയിൻ്റെനൻസ് ഓഫ് സെപ്റ്റിക് ടാങ്ക്സ്, പിന്നെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഇൻഫർമേഷൻ അസിസ്റ്റൻസ്, സർവേ, ഇതുൾപ്പെടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തത് വായിക്കാം, ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ പല നോട്ടുകളുണ്ടാകും, അത് വായിച്ച് പഠിക്കാം. കോഴ്സിലുള്ളവർക്ക് ഇതിൻ്റെ എല്ലാം ഷോർട്ടായിട്ടുള്ള നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് പഠിക്കാം. നെക്സ്റ്റ് നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ പ്രിൻസിപ്പൽ അഡ്വൈസർ ടു ദ യൂണിയൻ ഗവൺമെൻറ് ഇൻ ബോത്ത് മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് മാറ്റേഴ്സ്? മെഡിക്കൽ ഹെൽത്ത് മാറ്ററിലും പബ്ലിക് ഹെൽത്ത് മാറ്ററിലും കോമൺ ആയിട്ട് യൂണിയൻ ഗവൺമെൻറ്റിന് അഡ്വൈസ് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അഡ്വൈസർ ആയിട്ടുള്ളത് ആരാണ്? DGHS ആണോ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആണോ, സെൻട്രൽ കൗൺസിൽ ഓഫ് ഹെൽത്ത് ആണോ, DHS ആണോ? DGHS എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മിനിസ്റ്റർ എന്താണ്, ഇതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഇവിടെ നോക്കൂ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് ഹെൽത്ത് കെയർ അറ്റ് സ്റ്റേറ്റ് ലെവൽ. ഫസ്റ്റ് ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ നാഷണൽ ലെവലിൽ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ മിനിസ്റ്ററാണ്. അത് കഴിഞ്ഞാൽ ഹെൽത്ത് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി, ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ്. ഈ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് എന്ന് പറയുന്നത് DMS, DME, DPH, DIM, DM ആൻഡ് RHS പ്രോജക്റ്റ് ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കോമൺ ആയിട്ടുള്ളതാണ്. അതായത് മെഡിക്കൽ ഹെൽത്തിനും പബ്ലിക് ഹെൽത്തിനും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രിൻസിപ്പൽ അഡ്വൈസർ എന്ന് പറയുന്ന ആരാണ്? ഡയറക്ടർ ഓഫ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ്, ഡയറക്ടർ ജനറൽ ഹെൽത്ത് സർവീസസ്. അതാരാണ്? ഓപ്ഷൻ A, DGHS. So correct option now, what is that? Option A, DGHS. Okay, next 8th question. Eye donation fortnight is organized from, അതായത് കണ്ണ് ദാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ്. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് എല്ലാ വർഷവും ഏത് ഡേറ്റിലാണ്? May 25 മുതൽ June 8 വരെയാണോ, June 25 മുതൽ July 8 വരെയാണോ, July 25 മുതൽ August 8 വരെയാണോ, August 25 മുതൽ September 8 വരെയാണോ? 25ഉം 8ഉം ആണെന്ന് മനസ്സിലാക്കി ഏതൊക്കെ മാസമാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് നടത്തുന്നത്? ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് ഈസ് കണ്ടക്ടിങ് എവറി ഇയർ ഫ്രം August 25 to September 8. ഓക്കെ, ഇവിടെ നോക്കൂ, August 25 to September 8. കറക്റ്റ് ഓപ്ഷൻ. ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് ഈസ് ഓർഗനൈസ്ഡ് ഫ്രം 25th August to 8th September. Next, 9th question. NACO, NACO has branded STI, that means sexually transmitted infection or reproductive tract infection services as. NACOയുടെ കീഴിൽ STIയും RTIയും പ്രിവെന്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെന്റ് സഹായങ്ങൾ ചെയ്യുന്ന ഫെസിലിറ്റിക്ക് മറ്റൊരു പേര്, ഒരു ബ്രാൻഡ് നെയിം കൊടുത്തു. ആ ഫെസിലിറ്റിക്ക് പറയുന്ന പേരെന്താണ്? സുരക്ഷാ ക്ലിനിക് എന്നാണോ, സുരഭി ക്ലിനിക് എന്നാണോ, സുഷ്മ ക്ലിനിക് എന്നാണോ, ശ്രുതി ക്ലിനിക് എന്നാണോ? വാട്ട് ഈസ് ദാറ്റ്? ഇവിടെ നോക്കൂ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് കൺട്രോൾ ഈസ് നൗ ലിങ്ക്ഡ് വിത്ത് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആക്ടിവിറ്റീസ്. As per WHO estimates, around 10% of all adults are infected with a curable sexually transmitted infection each year. Department of NACO coordinates RTI and STD at all levels of healthcare. Free standardized STI and RTI services provided through 1,160 clinics are situated at government healthcare facilities at district hospital level and above. District hospital levelum അതിന് മുകളിലോട്ടുമുള്ള പല ഹെൽത്ത് ഫെസിലിറ്റികളിലൂടെ 1160 ക്ലിനിക്കുകളിലൂടെ STIയും RTIയും പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ക്ലിനിക്കുകൾക്ക് അവരൊരു പേരും കൊടുത്തു. എന്താണത്? ദീസ് ക്ലിനിക്സ് നെയിംഡ് ആസ് സുരക്ഷാ ക്ലിനിക്സ് പ്രൊവൈഡ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസസ്. എവിടെന്താണ് ഇതിൻ്റെ ഫെസിലിറ്റീസ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡർഡൈസ്ഡ് ട്രെയിനിങ് കൊടുക്കുന്നു. മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽസ് അവർക്ക് കേസ് മാനേജ്മെൻറ്റ് അപ്രോച്ചിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നു. കൗൺസിലിംഗ് സർവീസസ് സുരക്ഷാ ക്ലിനിക്കുകളിൽ കൊടുക്കുന്നുണ്ട്. കളർ കോഡഡ് സിൻഡ്രോമിക് ഡ്രഗ് കിറ്റുകളും റാപ്പിഡ് പ്ലാസ്മ RPR ടെസ്റ്റ് കിറ്റുകളും എല്ലാം സെൻട്രലി പ്രൊക്യൂർഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇവരുടെ ഫെസിലിറ്റീസാണ്. സോ RTIയും STIയും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർവീസസ്, ഫ്രീ സർവീസസ് കൊടുക്കുന്ന ആ ക്ലിനിക്കിൻ്റെ പേരെന്താണ്?
സുരക്ഷാ ക്ലിനിക്. ഓപ്ഷൻ എ സുരക്ഷാ ക്ലിനിക്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ടോട്ടലി 12 ക്വസ്റ്റ്യൻസ് നമുക്ക് MCQ ഉണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അഡൽട്സ് ഹൂ റിസീവ്സ് മണി ഓർ ഗുഡ്സ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് സെക്ഷുവൽ സർവീസസ്. സെക്ഷുവൽ സർവീസസ് കൊടുക്കുന്നതിന് പകരം കാശോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ റിസീവ് ചെയ്യുന്നവരെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ലെസ്ബിയൻ, ഓപ്ഷൻ ബി ട്രാൻസ്ജെൻഡർ, ഓപ്ഷൻ സി കൊമേഴ്ഷ്യൽ സെക്സ് വർക്കർ, ഓപ്ഷൻ ഡി അബ്യൂസർ. ഇതിലേതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി കൊമേഴ്ഷ്യൽ സെക്സ് വർക്കറാണ്. കാരണം അവർ സെക്ഷൽ സർവീസസ് കൊടുക്കുന്നതിന് പകരം കാശോ അല്ലെങ്കിൽ മറ്റ് തിങ്സ് അല്ലെങ്കിൽ ഗുഡ്സ് ആണ് അവിടെ റിസീവ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് കൊമേഴ്ഷ്യൽ സെക്സ് വർക്കേഴ്സ്. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ. ദിസ് ഇസ് ഓൾ റിലേറ്റഡ് ടു എപ്പിഡമിയോളജി. നമ്മുടെ എപ്പിഡമിയോളജി അല്ലെങ്കിൽ ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണിത്. ദ ഫസ്റ്റ് കേസ് ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പോപ്പുലേഷൻ യൂണിറ്റ് ഈസ് ടേംഡ് ആസ്. അതായത് ഒരു സമൂഹത്തിൽ ഒരു 1,00,000 ആൾക്കാരുള്ള താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് വിചാരിക്കുക. അവിടെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാകുന്നു. എക്സാമ്പിൾ നമ്മുടെ കോവിഡ് തന്നെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ചിക്കൻ ബോക്സ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിപ്പ എന്ന് വിചാരിക്കുക. ഇതുപോലെ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് വന്നപ്പോൾ ആദ്യമായിട്ട് ആരിലാണോ ആ ഡിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതിനെ എന്തെന്ന് പറയുന്നു? ദ ഫസ്റ്റ് കേസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പോപ്പുലേഷൻ യൂണിറ്റ് ഈസ് ടേംഡ് ആസ്. ഇൻഡെക്സ് കേസ് എന്നാണോ, പ്രൈമറി കേസ് എന്നാണോ, സസ്പെക്ട് കേസ് എന്നാണോ, ക്ലിനിക്കൽ കേസ് എന്നാണോ പറയുന്നത്? ഒരുപാട് ടെർമിനോളജീസ് ഉള്ളൊരു ചാപ്റ്ററാണ് ഇത്. എന്നാൽ പോലും നിങ്ങൾ ഇന്നിപ്പോൾ ഞാനിവിടെ ഈ ഒരു 3 ടേംസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ചോദിച്ചത് പോപ്പുലേഷനിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, അതായത് 100 പേര് താമസിക്കുന്നതിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഈ ഡിസീസ് റിപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ വന്നു, ആർക്കാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അവരെ എന്ത് പറയുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കാം. പ്രൈമറി കേസും ഇൻഡെക്സ് കേസും എന്താണെന്ന് ആദ്യം വായിക്കുക. പ്രൈമറി കേസ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് കേസ് ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പോപ്പുലേഷൻ ബീങ് സ്റ്റഡീഡ് ഈസ് റെഫേർഡ് ടു ആസ് പ്രൈമറി കേസ്. അതായത് പഠിക്കുന്ന കേസ് ആദ്യമായിട്ട് വന്നു, അവിടെ എന്ത് ചെയ്തു, അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു. ബീങ് സ്റ്റഡീഡ് ഇൻ referred to primary case. The first case of communicable disease introduced into the population being studied. Index case എന്ന് പറഞ്ഞാൽ എന്താണ്? The first case that comes into attention of the investigator. അവിടെ ഒരുപാട് പേർക്ക് വന്നു കഴിഞ്ഞിട്ടായിരിക്കും അതിലൊരു കേസ്, അവിടെ നമ്മൾ ആ ഒരു കേസ് ഡിസീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്ററോ എപ്പിഡമിയോളജിസ്റ്റോ നേഴ്സോ അതിനെക്കുറിച്ച് ഒരാളെ തിരിച്ചറിഞ്ഞ് പഠിക്കുന്നത്. ആ കേസിനെ ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നു. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് പ്രൈമറി കേസാണ്. ആദ്യമായിട്ട് നമ്മളവിടെ പഠിക്കുന്ന ഡിസീസ് ആ പോപ്പുലേഷനിൽ ആർക്കാണോ ആദ്യം വന്നത് അത് പ്രൈമറി കേസ്. എന്നാൽ ചിലപ്പോൾ ആദ്യത്തെ ആൾക്ക് വന്നപ്പോൾ അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ല, അത് പഠിക്കാനും പറ്റിയിട്ടുണ്ടാകണമെന്നില്ല. എന്നാൽ മറ്റൊരാൾ അടുത്ത് വന്ന ആൾക്കാരിൽ ഒരാൾ നമ്മൾ ഇൻഡെക്സ് കേസായിട്ട് എടുത്തു. ആദ്യമായിട്ട് അറ്റൻഷൻ കൊടുത്ത ആൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് കേസ് നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റർ പരിശോധിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും പറ്റിയ കേസ്, അതിനെ ഇൻഡെക്സ് കേസ് എന്ന് പറയുന്നു. എന്നാൽ പ്രൈമറി കേസിൽ നിന്നും മറ്റുള്ളവർക്ക് അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ആ അടുത്ത് കിട്ടുന്ന കേസുകളെ സെക്കൻഡറി കേസസ് എന്നാണ് പറയുന്നത്. പ്രൈമറി കേസ്, ഇൻഡെക്സ് കേസ്, സെക്കൻഡറി കേസ്. ഇവിടെ നോക്കൂ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഫസ്റ്റ് കേസ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പോപ്പുലേഷൻ യൂണിറ്റ് ടേംഡ് ആസ് പ്രൈമറി കേസ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 12th question. It's very very important 5 mark question. SDG goal 3 is. എന്താണ് SDG goal? It's very very important, repeatedly asked question for 5 mark, 2 mark, now even 1 mark. 1 മാർക്കിന് പോലും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പണ്ടൊക്കെ 5 മാർക്കിന് കണക്കാക്കിയാണ് അത് ചോദിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കുകളും നിങ്ങൾ എടുത്ത് പഠിക്കണം. ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കണ്ടന്റുകളും ഞങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. താല്പര്യമുള്ളവർ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു SDG ഗോൾ എന്താണെന്ന് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെയാണ് SDG ഗോൾസ് എന്ന് ഷോർട്ടായിട്ട് പറയുന്നത്. 5 മാർക്കിൻ്റെ എസ്സേട്ടാണ് ഇത് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 17 ഗോളുകളാണ് പഠിക്കാനുള്ളത്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് നോ പോവർട്ടിയിൽ തുടങ്ങി 17ാമത്തെ പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ് വരെ 17 ഗോളുകളുണ്ട്. ഈ 17 ഗോളും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് 17
ഗോളും എക്സ്പ്ലെയിൻ ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് 5 മാർക്ക് അവിടെ കിട്ടുക. ഇനി അതല്ല 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഈ ഗോളുകൾ മാത്രമായിട്ട് നിങ്ങൾക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് ഗോൾ എന്ന് പറയാം, അതും ഈ ഗോളുകൾ എഴുതുമ്പോൾ എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതേ ഓർഡറിൽ തന്നെ പഠിക്കണം. ഇവിടെ നിങ്ങളോട് ചോദിച്ചത് 3ാമത്തെ ഗോൾ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഓരോ ഗോളിനും അവിടെ ആ ക്രമം തന്നെ നിങ്ങൾ പഠിക്കണം. ഫസ്റ്റ് ഗോൾ എന്താണ്, സെക്കൻഡ് ഗോൾ എന്താണ്, തേർഡ് ഗോൾ എന്താണ്, ഈ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. തെറ്റിപ്പോയാൽ 3ാമത്തെ ഗോൾ മാറിപ്പോകത്തില്ലേ. സോ അത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് നോ പോവർട്ടി, സെക്കൻഡ് ഗോൾ 0 ഹങ്കർ, തേർഡ് ഗോൾ good health and well-being. So third goal is good health and well-being. The correct option is option D, good health and well-being. Fourth, quality education. Fifth, gender equality. Sixth, clean water and sanitation. Seventh, affordable and clean energy. Eighth, decent work and economic growth. Ninth, industry, innovation and infrastructure. 10th, reduced inequalities. 11th, sustainable cities and communities. 12th, responsible consumption and production. 13th, climate action. 14th, life below water. 15th, life on land. 16th, peace, justice and strong institutions. 17th, partnership for the goals. ഈ 17 ഗോളും അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ തന്നെ നിങ്ങൾ പഠിക്കുക. സോ ദീസ് ആർ ഓൾ ദ ടോപ്പിക്സ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ടുഡേ. ഓക്കെ, ഇന്ന് പറഞ്ഞ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ തറവായിട്ട് പഠിക്കുക. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾ ഷോർട്ട് നോട്ട്സുകൾ വെച്ച് മാത്രമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ 12 ക്വസ്റ്റ്യനും കിട്ടത്തില്ല, 12 ക്വസ്റ്റ്യന് ആൻസർ കിട്ടത്തില്ല. പകരം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് വെച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 12 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനും നിങ്ങൾക്ക് വേണ്ട മാർക്കിൻ്റെ പകുതി മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും. സോ അത്യാവശ്യം ബാക്കി എസ് എ ക്വസ്റ്റ്യൻസ് കൂടെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മാർക്കോടെ ഈവൻ നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷനിൽ കൂടെ കൂടുതൽ മാർക്ക് വാങ്ങി പാസ്സാകാൻ പറ്റുകയും ചെയ്യും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ്, പഠിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കോഴ്സിന് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഇതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സും നോട്ട്സും നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ മെറ്റീരിയൽസും ഞങ്ങൾ തരും. അതും എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ കയ്യിൽ കിട്ടും. അന്ന് മുതൽ നിങ്ങളുടെ എക്സാം വരെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഈ കണ്ടന്റ് ഉപയോഗിച്ച് വായിച്ച് പഠിക്കാവുന്നതും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ, നല്ല മാർക്കോടുകൂടി പാസ്സാകുക. താങ്ക് യു ഫോർ വാച്ചിങ്.